ഒരു നല്ല സൂപ്പർ ടേസ്റ്റി നാടൻ ട്രഡീഷണൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2.5 kg ചിക്കൻ പീസസ് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് മസാല പൗഡേഴ്സ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സ്ലൈറ്റ്ലി കളർ മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. റോസ്റ്റ് എടുത്തതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് തന്നെ നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കത് ചിക്കൻ പീസിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഒരു നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി. ഈ ട്രഡീഷണൽ റെസിപ്പിക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും മസ്റ്റായിട്ടുണ്ടായിരിക്കണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു 15 മിനിറ്റ്സ് എങ്കിലും മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാൻ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 10-30 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ നിറയെ, ഒരു 3 പച്ചമുളക് നടുവേ കീറിയത്. ഇതെല്ലാം നമുക്കൊരു കടായിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ചൂടായി വരുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അല്പം കറിവേപ്പിലയും കുറച്ച് ഉപ്പുമൊക്കെ ചേർത്ത് നന്നായി വഴന്ന് വരുന്നതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ടോട്ടൽ കുക്കിംഗ് ടൈം ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും. ഇതുപോലെ 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം 15 മിനിറ്റിന് ശേഷം ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അല്പം കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒരു നല്ലൊരു മിക്സ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സെമി ഗ്രേവിയോടുകൂടിയുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.